എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പറ്റേക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. ആദായ നികുതി റെയ്ഡിനിടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കി, സ്വയം വെടിവെച്ച് മരിച്ചു. മാതൃഭൂമിയുള്ള റിപ്പോർട്ടാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളെ. വഴിക്കും എല്ലാ മാധ്യമങ്ങൾ വഴിക്കും നമ്മൾ അറിഞ്ഞിരുന്നു. പക്ഷേ അറിഞ്ഞപ്പോൾ അതീവ ദുഃഖം തോന്നി. ഇന്ന് മാതൃഭൂമി പേപ്പർ കണ്ടപ്പോൾ തന്നെ വളരെ വിഷമം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് പേഴ്സണാലിറ്റി. അതുമാത്രമല്ല, ഗൾഫ് സെക്ടറിൽ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ന്യൂലി കുറേ പ്രൊജക്റ്റുകൾ അദ്ദേഹം ദുബായിലും അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈസ് എ ഗ്രേറ്റ് ഗൈ. അതുമാത്രമല്ല, ഒരു ആഘോഷങ്ങളുടെ ഒരു അവസാന വാക്കായിരുന്നു അദ്ദേഹം. എല്ലാം ആഘോഷങ്ങളാക്കി, സ്പോൺസർഷിപ്പ് ആയാലും ആൾക്കാരെ സഹായിക്കുന്നതായാലും പൈസ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ധാരാളം ചിലവ്, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിന് ആൾ മുൻപന്തിയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ദാരുണമായ ഒരു മരണം ഉണ്ടായാലും അതിയായ സങ്കടമുണ്ട്. കാരണം വെച്ചാൽ നല്ല മനുഷ്യസ്നേഹിയായിരുന്നു. ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുത്തിരുന്നു. ജോലിക്കാരായിട്ട് വളരെ നന്നായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ആളാണ്. ആരും അങ്ങനെ തരംതിരിച്ച് കാണുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ആളുടെ ഏത് ഇൻ്റർവ്യൂ എടുത്താലും വളരെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറേ വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയെന്ന് പറയാൻ കാരണം. അതോടൊപ്പം തന്നെ നമ്മൾ മിനിസ്ട്രിയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൻകം ടാക്സ് റെയ്ഡ് എന്ത് നടത്താൻ പോകുന്നുണ്ടെങ്കിലും ഡോണ്ട് ബ്രേക്ക് ഇറ്റ്, ജസ്റ്റ് സ്പെൻഡ് ഇറ്റ്. ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്ക് കൊടുക്കുക, ഒരു സമയം കൊടുക്കുക. കാരണം അവരെ ഹറിബറി കാട്ടി അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ധാരണ കിട്ടില്ല. നല്ല മനുഷ്യന്മാരാകുമ്പോൾ പ്രത്യേകിച്ചും. ഇദ്ദേഹം വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ആൾക്ക് മാനസികമായിട്ട് ആൾ ഡിപ്രഷനിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല എന്താണ് ആളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷേ ആളിങ്ങനെ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടായാലും അതിയായ വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആ അടിയുടെ വേദന ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷേ മാനസികമായിട്ട് നമുക്ക് സംഘർഷത്തിൽ, പിരിമുറുക്കത്തിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കും. അതെന്തായാലും അത് മരണത്തിലേക്ക് പോകുന്ന വെച്ചാൽ മരണം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിയായ സങ്കടമുണ്ട്. ആത്മഹത്യ ഒന്നിനും പ്രതിവിധിയല്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരായാലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്തിട്ടായാലും ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടായിരുന്നു. ഇത് അത്ര വലിയൊരു കുറ്റമായിട്ടുള്ള, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ കുറ്റമൊന്നുമല്ല, ഫൈനൊക്കെ അടച്ച് കയറിപ്പോരാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തതിൽ അതിയായ വിഷമമുണ്ട്. ആർക്കും അങ്ങനെ തോന്നാതിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖത്തിൽ ഞാനും കൂടി പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.